ഹലോ വെൽക്കം ടു എക്സാം വൈ USS ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ USSന് വേണ്ടി ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ബേസിക് സയൻസിലും അതുപോലെ സോഷ്യൽ സയൻസിലും ഇംഗ്ലീഷിലും മാത്സിലും ഒക്കെ നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരും എന്ത് ചെയ്യരുത്, ഇത് പുഴേ നേരത്തെ തന്നെയാണെന്ന് വിചാരിക്കരുത്. എല്ലാ വീഡിയോസും കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏതെങ്കിലും പെൻഡിങ് വീഡിയോസ് ഉണ്ടെങ്കിലൊക്കെ കാണാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ എക്സാമിന് ആ സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ എക്സാമിലോട്ട് ഫോക്കസ് ചെയ്യും. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് വേഗം ആൻസറിൽ എഴുതി എല്ലാവരും മുന്നിലെത്താന്നൊക്കെയാണ് നമ്മൾ എക്സാമിന്റെ ടൈമിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ ഹീറ്റ് ആണ്, താപം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിൽ എന്താണ് ഹീറ്റ്, എങ്ങനെയാണ് ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നത് അല്ലെ. ഇപ്പൊ ഞാനിവിടെ ചൂടാക്കിയാൽ ഇതെങ്ങനെയാണ് അപ്പുറത്തോട്ട് പോകുന്നത്, ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെ. ഒരു വെള്ളം ചൂടാക്കിയാൽ അതേ മെത്തേഡിൽ തന്നെയാണോ വെള്ളം ചൂടാവുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ സൂര്യന്റെ ചൂട് നമ്മളെ എർത്തിലെത്തുന്നത് അതും വേറെ ഏതെങ്കിലും മെത്തേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണോ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ കരക്കാറ്റ്, കടൽക്കാറ്റ്, സീ ബ്രീസ്, ലാൻഡ് ബ്രീസ്. ഓക്കെ, അപ്പോ ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ ഇമ്പോർട്ടന്റും ആണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് USSന് ഇതിന് വരാറുണ്ട്. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻസ് മുന്നേ വന്നിട്ടുള്ള ചോദ്യങ്ങളെ പഠിച്ചു നോക്കാം, ചെയ്ത് നോക്കാം. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് തിയറീസ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് പഠിക്കേണ്ടതെന്ന് അതിന്റെ കൂടെ നമുക്ക് പഠിക്കുകയും ചെയ്യാം ടോപ്പിക്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ? താപനില അളക്കുന്നതിന് ഉപകരണം ഏത്? എല്ലാവർക്കും അറിയാം. ഇപ്പൊ പനിയൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചവർക്ക് അറിയാം, ഒരു തെർമോമീറ്റർ ആണ് അല്ലെ. മെർക്കുറി തെർമോമീറ്റർ ആണ്, തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ടെമ്പറേച്ചർ അളക്കാനുള്ളതാ. ഓക്കെ, സോ ഇവിടെ എന്താവും, ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തത്, തൊക്കലൊക്കെ വെക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ മെർക്കുറി ഉണ്ട് അല്ലെ. മെർക്കുറി ചൂട് തട്ടുമ്പോൾ ഓക്കെ, റൂം ടെമ്പറേച്ചറിൽ അതിനെന്തായിരിക്കും, അതിന് വോളിയം കുറവായിരിക്കും. നമ്മളെ ശരീരം റൂം ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചെറിയൊരു കൂടുതൽ ഉണ്ടായത് തന്നെ അതിനനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യും. കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇവിടെ വരെ എക്സ്പാൻഡ് ചെയ്യും. കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ എക്സ്പാൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഹൈറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് മെഷർ ചെയ്യാം എത്രത്തോളം പനി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതവിടെ നോക്കി 70 ഡിഗ്രി സെൽഷ്യസിൽ ഇതാ ഇത്ര എക്സ്പാൻഡ് ചെയ്തു. നമ്മളിത് ചൂടാക്കിയാലോ, ഓക്കെ, ചൂടാക്കിയാലേ 140 ഡിഗ്രി സെൽഷ്യസ് ഇതങ്ങനെ കൂടി കൂടി വരും. ഓക്കെ, അവിടെ ഫ്ലോ ചെയ്യുന്ന പുറത്തോട്ട്. ഓക്കെ, അപ്പൊ അതിങ്ങനെ ജസ്റ്റ് മെർക്കുറി തെർമോമീറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്തെന്ന് കാണിക്കാനുള്ള ഒരു ഡയഗ്രാമാണ്. ഓക്കെ, 70 ഡിഗ്രി സെൽഷ്യസിൽ ഇത്രയൊന്നും ഇതിന്റെ ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, 70 ഡിഗ്രി ഒന്നും ആവണം കേട്ടോ. 70 ഡിഗ്രി നിങ്ങൾ ക്ലിനിക്കൽ തെർമോമീറ്റർ കാണുന്നുണ്ടെങ്കിൽ ഒരു എന്താണ്, നമ്മൾ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ. 70 ഡിഗ്രി ഒന്നും നമുക്ക് പനിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതൊക്കെ വലിയ പനിയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നല്ല റീഡിങ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. ടെമ്പറേച്ചർ കൊടുത്തിട്ട് വോളിയം എക്സ്പാൻഷൻ ആണ് മെർക്കുറിക്ക് നടക്കുന്നത്. അങ്ങനെയാണ് മെർക്കുറി തെർമോമീറ്റർ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, മുന്നേ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന്. ഓക്കെ, ഈസിയാണ്, അതൊക്കെ എല്ലാവരും ശരിയാക്കുന്നൊക്കെ എനിക്ക് അറിയാം. ഓക്കെ, ഇനി ഇതിൽ പഠിക്കാനുള്ളത് ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ്സ് ആണ്. ഹീറ്റ് എങ്ങനെയാണ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് ഒബ്ജക്ട്സിൽ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതൊരു എന്താണ്, ഒരു ഇരുമ്പിന്റെ ദണ്ടാന്ന് വിചാരിക്കാം. ഓക്കെ, അയൺ റോഡ്. ഞാനത് ഇവിടെ ഇങ്ങനെ ലൈറ്റർ കത്തിച്ചു. ലൈറ്റർ ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ എന്ത് സംഭവിക്കും, ആദ്യം എനിക്ക് ഇവിടെ ചൂടൊന്നും ഉണ്ടാവില്ല. പക്ഷെ പോകെ പോകെ ഇത് എന്റെ കൈ എന്ത് ചെയ്യും, ചൂടാകാൻ തുടങ്ങും. കാരണം ഈ ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തൂലേ, കുറച്ച് സമയം എടുത്തിട്ട്. അപ്പൊ അങ്ങനെ മോളിക്യൂൾസ് ഇവിടെ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടും മോളിക്യൂൾസ് പോകില്ല. ഹീറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കിട്ടുന്ന മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. ഫോർ എക്സാമ്പിൾ നോക്കേ, നമ്മൾ ഈ പാത്രം ചൂടാക്കി, ഈ പാത്രത്തിന്റെ ഈ ഹാൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊന്ന് പിടിച്ചാലേ നമ്മുടെ കൈ ചൂടാവും അല്ലെ. അവിടെ നടക്കുന്നത് കണ്ടക്ഷൻ ആണ്. ഓക്കെ, കാരണം എന്താ, ഇവിടെ ആക്ച്വലി മോളിക്യൂൾസ് എങ്ങോട്ടും പോകുന്നില്ല. മോളിക്യൂൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഹീറ്റ് എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അടുത്ത ആൾക്ക്. യഥാർത്ഥത്തിലുള്ള മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നില്ല. ഓക്കെ, ഇനി യഥാർത്ഥത്തിൽ മോളിക്യൂൾസ് ട്രാൻസ്ഫർ നടന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടന്ന അതിന് വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം. ഓക്കെ, സംവഹനം. ഓക്കെ, കൺവെക്ഷൻ. ഓക്കെ, അപ്പൊ കൺവെക്ഷൻ നടക്കുന്ന നോക്കിയേ, ഇവിടെ നമ്മുടെ വാട്ടർ മോളിക്യൂൾസ് ഇത്. ഓക്കെ, വാട്ടർ മോളിക്യൂൾസ്. അപ്പൊ നമ്മൾ ഈ പാത്രം ചൂടാക്കി എന്ത് സംഭവിക്കും, അതിനടുത്തുള്ള വാട്ടർ മോളിക്യൂൾസും ചൂടാവും. ഓക്കെ, ഇനി ചൂടായ വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് പോകും. അതിന് നല്ല എനർജി ഉണ്ടാവും, അയാൾ മുകളിലോട്ട് പോകും. അപ്പൊ താഴത്തെ ആൾക്കാർ അല്ലെങ്കിൽ മുകളിലത്തെ എനർജി കുറഞ്ഞ ആൾക്കാരെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ ആൾക്കാർ താഴോട്ട് വരും. ഇയാൾ വീണ്ടും ചൂടാവും, ഇയാൾ വീണ്ടും മുകളിലോട്ട് പോകും.
അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിലെ മോളിക്യൂൾസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, താഴ്ത്തുനിന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചൂടായ ആൾക്കാർ മുകളിലോട്ട് പോകുന്നുണ്ട്. സംവഹനം. ഓക്കെ, സംവഹനം. ഇനി മീഡിയം ഒന്നും വേണ്ട, അതായത് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മോളിക്യൂൾസ് ഉണ്ടല്ലേ ഇവിടെ, എന്നാൽ ആ മോളിക്യൂൾസ് ഒന്നും വേണ്ട, എനിക്ക് ആരും വേണ്ട, ഹീറ്റ് തനിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മീഡിയം ഒന്നും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. മലയാളത്തിലെ വികിരണം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, ചാലനം. ഓക്കെ, കണ്ടക്ഷൻ ചാലനം എന്ന് പറയാ, ചാലനം, സംവഹനം, വികിരണം. മറന്നുപോകരുത്. ഓക്കെ, 3 മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒരാളെ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാണ്, ഇയാളെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നില്ല, അതാണ് കണ്ടക്ഷൻ, ചാലനം. ഇവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട്, അതാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. ഫോർ എക്സാമ്പിൾ വെള്ളം ചൂടാവുന്നത്, വെള്ളം മുകളിലോട്ട് പോയിട്ട്. ഓക്കെ, കണ്ടക്ഷൻ എക്സാമ്പിൾ ഇതാ, ഈ ഹാൻഡിൽ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ കൈ ചൂടാവുന്നത്. റേഡിയേഷൻ എന്താ, ഈ സ്റ്റൗവിന്റെ അടുത്ത് നിൽക്കുന്ന നമുക്ക് ചൂട് വരുന്നത്, അല്ലെങ്കിൽ സണ്ണിന്ന്. ഓക്കെ, സണ്ണ് വളരെ ദൂരത്താണ് അല്ലെ, സ്പേസിൽ ശരിക്കും മീഡിയം ഇല്ല. ഓക്കെ, പക്ഷെ നമ്മളിവിടെ എർത്താന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എർത്തിൽ നിൽക്കുമ്പോൾ ഈ സണ്ണിന്റെ ചൂട് നമ്മളെ മേലെ തട്ടിയിട്ട് നമുക്ക് ചൂടാവുന്നുണ്ട് അല്ലെ, ഉച്ചക്ക് പുറത്തിറങ്ങി നല്ല ചൂട് കിട്ടുന്നുണ്ട്. അപ്പൊ അതേതാടാ, അത് സംവഹനോ അല്ലെങ്കിൽ ചാലനോ കണ്ടക്ഷനോ കൺവെക്ഷനോ ഒന്നല്ല, ദിസ് ഈസ് റേഡിയേഷൻ. ഓക്കെ, റേഡിയേഷൻ, വികിരണം, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വഴി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് ഒക്കെ വഴിയാണ് ഈ ചൂടുണ്ടാവുന്നതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇതിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന കേട്ടോ. ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനാന്തരം നടന്നിട്ട് അല്ലെങ്കിൽ സ്ഥാനമാറ്റം മുഖേന താപം സംപ്രേഷണം ചെയ്യപ്പെടുന്ന രീതി, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന രീതി നമ്മളിപ്പോ പറഞ്ഞു അല്ലേ, കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം. കണ്ടക്ഷനിൽ യഥാർത്ഥത്തിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, ജസ്റ്റ് എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. റേഡിയേഷനിൽ ആൾക്കാരെ വേണ്ട, അവിടെ നിന്ന് ഇങ്ങനെ സണ്ണിന്ന് നമ്മുടെ അടുത്തേക്കോട്ട് എത്തുന്നത്, അവിടെ എന്ത് വേണ്ട, മീഡിയം തന്നെ ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റീസൺ ഫോർ മേക്കിംഗ് എയർ ഹോൾസ് ഇൻ റൂം നിയർ ടു ദ സീലിംഗ്. മുറികളിൽ സീലിംഗിനോട് ചേർന്ന് മുകളിലാണ് നമ്മൾ എയർ ഹോൾസ് ഒക്കെ വെക്കാം. അപ്പൊ നമുക്കറിയാം എയർ ഹോൾസ് എന്ന് പറഞ്ഞാല് എന്തിനുള്ളതാ, ബാഡ് എയർ അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ളൊക്കെ എയർ പുറത്തോട്ട് പോകാനുള്ളതാണ് എയർ ഹോൾസ്. അതെന്തിനാ മുകളിൽ വെക്കണം, താഴെ വെച്ചൂടെ? അതിന്റെ കാരണമാണ് സംവഹനം. എങ്ങനെയാണ് സംവഹനം? എയർ അല്ലെങ്കിൽ ലിക്വിഡ്സ് ഒക്കെ ചൂടായാലും എന്താ സംഭവിക്കുക? ചൂടുള്ള ആൾക്കാർ മുകളിലോട്ട് പോകുന്നു, എനർജി കൂടിയിട്ട് മുകളിലോട്ട് പോകുന്നു. അപ്പൊ ഉള്ള ആൾക്കാർക്ക് എവിടെ ആയിരിക്കും ഉണ്ടാവുക? മുകളിലുണ്ടാവുക. അപ്പൊ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? മുകളിൽ നിന്നാണ് നമ്മൾ പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് സീലിംഗിലൊക്കെ എന്ത് കൊടുത്തിട്ടുള്ളത്? എയർ ഹോൾസ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. റൂമുകളിലെ എയർ ഹോൾസ് മുകളിൽ കൊടുത്തിട്ടുള്ളത് സീലിംഗിന്റെ അടുത്തായിട്ട്. ഓക്കെ, so for the cool air to come into the room, അല്ല, in order to get oxygen ആണോ? അല്ല, for the hot air to get out of the top. ഓക്കെ, മുറിയിലെ ചൂടുള്ള വായു പുറത്തേക്ക് പോകാൻ. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷനെ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് USSന്റെ പ്രത്യേകത. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നു വരില്ല, പക്ഷെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കേ. ഓക്കെ, കൂൾ എയർ ഇതാ വരുന്നു. വാം എയർ എന്ത് ചെയ്യും? മുകളിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കും, അതിങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എയർ ഹോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സീലിംഗിനോട് അടുത്ത്. കൂൾ എയർ എപ്പോഴും താഴെ ആയിരിക്കും. ഓക്കെ, സംവഹനം, കൺവെക്ഷൻ. യെസ്, ഇനി നമുക്ക് സംവഹനം വഴി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഫിനോമിനയാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. കഴിഞ്ഞ വർഷം സീ ബ്രീസിനും ലാൻഡ് ബ്രീസിനും ആയിരുന്നു ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കാം, അതിന്റെ മുന്നത്തെ വർഷങ്ങളും ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇൻ ഡേ ടൈം വിച്ച് ഡയറക്ഷൻ ഡസ് ഫ്ലാഗ് ഫ്ലട്ടർ ഇഫ് ഇറ്റ് ഈസ് ടൈഡ് ടു എ പോൾ ആൻഡ് പ്ലേസ്ഡ് ഓൺ എ ബീച്ച്. കടൽ തീരത്ത് നാട്ടിയ ഒരു ഫ്ലാഗ്, കൊടി, അത് രാവിലെ ഏത് ദിശയിലായിരിക്കും ഇങ്ങനെ വീശുക എന്നാണ് ചോദ്യം. അതിന് ആദ്യം നമുക്ക് കടൽക്കാറ്റും കരക്കാറ്റും അറിയണം. അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. ഓക്കെ, അപ്പൊ എവിടുന്ന് എങ്ങോട്ട് കാറ്റ് വീശുന്നു ഇതിനനുസരിച്ചാണ് നമ്മൾ ആ പേരിടാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലാക്കിക്കോ. രാവിലെ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, കടൽക്കാറ്റും കരക്കാറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കടൽക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്, എങ്ങോട്ടാണ് വീശുന്നത്, എവിടുന്നാണ് വീശുന്നത്, എപ്പോഴാണ് വീശുന്നത്, എപ്പോഴാണ്, എവിടുന്നാണ്, എങ്ങോട്ടാണ്. 3 ചോദ്യങ്ങൾ കടൽക്കാറ്റും കരക്കാറ്റിനും കാര്യത്തിൽ.
ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണ്ട, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ആണെന്ന് വിചാരിച്ചോ, കര വേഗത്തിൽ ചൂടാവും, കര വേഗത്തിൽ തണുക്കും. രാവിലെ ഇങ്ങനെ സണ്ണ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ കര വേഗത്തിൽ ചൂടാവും. അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടുത്തെ ചൂടുള്ള എയർ മുകളിലോട്ട് പോകും. ഇവിടുത്തെ ചൂടുള്ള എയർ എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. ചൂടുള്ള എയർ മുകളിലോട്ട് പോകും. അപ്പൊ എന്താ സംഭവിക്കാത്ത, ഇവിടെ തണുത്ത എയർ ഉണ്ട്, കാരണം കടൽ മെല്ലെ ചൂടാവുന്നുള്ളൂ രാവിലെ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. ഇതിനെയാണ് നമ്മൾ കടൽ കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, രാവിലെ കടലിൽ നിന്ന് കരയിലോട്ട് വീശുന്ന കാറ്റ്, സീയിൽ നിന്നും ലാൻഡിലോട്ട് വീശുന്ന കാറ്റ്, അതിനാണ് നമ്മൾ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സീ ബ്രീസ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കൊടി നാട്ടിയാൽ എങ്ങോട്ടാ അത് ഫ്ലട്ടർ ചെയ്യാ, ആ കരയുടെ സൈഡിലോട്ടായിരിക്കും അല്ലെ, കരയുടെ സൈഡിലോട്ടായിരിക്കും അല്ലെങ്കിൽ ലാൻഡിന്റെ സൈഡിലോട്ടായിരിക്കും ആ കൊടി ഫ്ലട്ടർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വീശാൻ പോകുന്നത്. ഓക്കെ, ഇനി കരക്കാറ്റ് ഉണ്ടാവുന്നത് രാത്രിയാണ്. അതിന്റെ റീസൺ, രാത്രി കര വേഗത്തിൽ തണുക്കും. ഓക്കെ, പക്ഷെ കടല് മെല്ലെ തണുക്കുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക, അപ്പൊ വാം എയർ ഇവിടുന്ന് മുകളിലോട്ട് പോകും. ഇവിടെ ആയിരിക്കും കൂൾ എയർ ഉണ്ടാവുക, ഇവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. അപ്പൊ എവിടുന്ന് എങ്ങോട്ടാ കാറ്റ് വീശുന്നത്, കരയിൽ നിന്ന് കടലിലോട്ട്, ലാൻഡിൽ നിന്ന് സീയിലോട്ട്. ലാൻഡ് ബ്രീസ് എന്നാണ് നമ്മൾ ഇതിന് പറയാം, ലാൻഡ് ബ്രീസ്. രാത്രി കരയിൽ നിന്നും കടലിലോട്ട്, ലാൻഡ് ബ്രീസ്. കാരണം കര വേഗത്തിൽ തണുക്കുന്നു. ഓക്കെ, രാവിലെ കടലിൽ നിന്നും കരയിലോട്ട്. ഓക്കെ, കാരണം രാവിലെ കര വേഗത്തിൽ ചൂടാകുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ വേഗം പറയാം. ഇൻ ഡേ ടൈം, അതായത് രാവിലെ കടൽ തീരത്ത് നാട്ടിയൊരു കൂടി എങ്ങോട്ടായിരിക്കും ഫ്ലട്ടർ ചെയ്യുക, നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, കരയുടെ സൈഡിലോട്ട്. ഓക്കെ, ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ലാൻഡ്, കരയുടെ ദിശയിൽ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റൻ ആണ് 2000, നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്നതിന് മുന്നത്തെ വർഷം 2026, ഈ വർഷം ചോദിച്ചു വരും. ഓക്കെ, അതായത് ഇനി നിങ്ങൾ എഴുതാൻ പോകുന്നത് 2027 ഓക്കെ, അപ്പൊ നോക്കുക, ചോദ്യം നോക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is the correct illustration of the sea breeze? കടൽ കാറ്റ് ഉണ്ടാവുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ ചിത്രീകരണം ഏതേ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാക്ട് പിക്ചർ ആണ്. അപ്പൊ നമുക്കറിയാം ആ ആരോ മാർക്കിലൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്. ചോദ്യം ആരാണോടാ, സീ ബ്രീസ്, കടൽ കാറ്റാണ്. കടൽ കാറ്റ് കടലിൽ നിന്ന് കരയിലോട്ട് വീശുന്ന കാറ്റാണ്. ആ പേര് ഉള്ളത് ഏതാണോ അവിടെ നിന്നാണ് കാറ്റ് വീശാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കടലിൽ നിന്നും കരയിലോട്ട് വീശുന്നത് ഇതൊരു കാറ്റാണ്. ബാക്കി മൊത്തം തെറ്റാ, ബാക്കി രണ്ടും തെറ്റാ ഓൾറെഡി നമുക്ക് പറയാം. കാരണം ബാക്കി രണ്ടും കരയിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. ഇനി ഇതിലേതാണ് കറക്റ്റ്? ഇതിൽ നോക്കി, കടൽ കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റീസൺ എന്താണ്? കര വേഗത്തിൽ ചൂടാകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ എയർ മുകളിലോട്ട് പോകണം അല്ലെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കരയിൽ നിന്ന് ഇവിടുത്തെ ചൂടുള്ള എയർ മുകളിലോട്ട് പോകും, അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വീശും. അതിനെയാണ് നമ്മൾ കടൽ കാറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സീ ബ്രീസ്. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തത് വീണ്ടും സംവഹനം. സംവഹനം ഒരു അടിപൊളി ആളാണ്. ഓക്കെ, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് USSന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പാർട്ടാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചാൽ അതിന് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷണത്തിൽ ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗം ജലം ചൂടായില്ല, കാരണം എന്തായിരിക്കും? അതായത് ഇവിടെ നമ്മളൊരു ലാമ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ട്യൂബ് അങ്ങനെ ചരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിലത്തെ ഭാഗം നമ്മളിങ്ങനെ ചൂടാവാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഇതിന്റെ താഴത്തെ ഭാഗം ചൂടാവുന്നേ ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദ്യം. കാരണം എന്തായിരിക്കും, നമ്മൾ ഇവിടെ ചൂടാക്കിയാൽ ഇവിടുത്തെ എയർ ആണ് അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടർ മോളിക്യൂൾസ് ആണ് ചൂടാകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം സംവഹനത്തിൽ അല്ലെങ്കിൽ കൺവെക്ഷൻ മെത്തേഡിലെ ചൂടായ മോളിക്യൂൾസ് മുകളിലാണ് നിൽക്കുക. അപ്പൊ ഇയാൾ ഇനി എന്ത് ചെയ്യാ, ഇയാൾ ഇനി താഴോട്ടൊന്നും പോകില്ല, ഇയാൾ ചൂടായ എനർജിയിൽ നിൽക്കണേ. അപ്പൊ ഇയാൾ എങ്ങോട്ടും പോകില്ല, ഇയാൾ നിൽക്കും, മുകളിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ താഴത്തുള്ള ആൾക്കാർ തണുത്ത് തന്നെ നിൽക്കും, അയാൾ ചൂടാവൂല. മുകളിലുള്ള ആൾക്കാർ കൂടുതൽ ചൂടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് താഴെ ഉള്ള ആൾക്കാരെ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ താഴെ വേണം ലാമ്പ് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, താഴെ ആൾക്കാർ ചൂടായിട്ട് മുകളിലോട്ട് പോകും, മുകളിലത്തെ തണുത്ത ആൾക്കാർ താഴോട്ട് വരും, അപ്പൊ അത് വീണ്ടും ചൂടാവും. അങ്ങനെ. ഓക്കെ, ഓപ്ഷൻ മുകളിൽ നിന്ന് താപം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതിനാൽ, മുകളിൽ നിന്ന് താഴേക്ക് സംവഹനം നടക്കാത്തതിനാൽ, കൺവെക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, യെസ്, ഇവിടെ നോക്ക്, നമ്മളിങ്ങനെ ചൂടാക്കുന്നു, ചൂടായ വാട്ടർ മോളിക്യൂൾസ് മുകളിലോട്ട് പോകുന്നു, തണുത്ത വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങുന്നു.
ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂട് മുകളിൽ കൊടുത്തിട്ട് കാര്യമില്ല. മുകളിൽ കൊടുത്താൽ മുകളിലുള്ള ആൾക്കാർ മാത്രമേ ചൂടാവുള്ളൂ. ഓക്കെ, ഈസിയാണ് കാര്യങ്ങളൊക്കെ. അടുത്തത്, ഇൻസ്ട്രുമെന്റ് യൂസ് ടു കീപ് ദ ഫുഡ് ഐറ്റംസ് വിത്തൗട്ട് ലൂസിങ് ഹീറ്റ് ബൈ റെഡ്യൂസിങ് കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, ആഹാര പദാർത്ഥങ്ങൾ ചൂടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുന്നത് എന്തിലാണെന്നാണ് ചോദ്യത്തിൽ ഒരു ചോദ്യമാണോ? സ്റ്റീൽ വെസലാണോ, സ്റ്റോൺ വെസലാണോ, എർത്തൻ വെസലാണോ? ഫ്ലാസ്ക് ആണല്ലേ, ഫ്ലാസ്ക്. സ്റ്റീൽ പാത്രത്തിലും കൽച്ചട്ടിയിലും മൺപാത്രത്തിലൊക്കെ ഇട്ടാലേ ആ ചൂട് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എല്ലാ മെത്തേഡിൽ കൂടിയും പുറത്തോട്ട് ലോസ് ആയി പോകും. പക്ഷെ ഫ്ലാസ്കിൽ എന്ത് ചെയ്യും? എല്ലാ മെത്തേഡും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെന്തുണ്ട്? വാൾസ് ഹാവ് സിൽവറി സർഫസസ് വിച്ച് പ്രിവെന്റ് ഹീറ്റ് ലീവിങ് എൻറ്ററിങ് റേഡിയേഷൻ. അതായത് റേഡിയേഷൻ മെത്തേഡ്, വികിരണ മെത്തേഡ് വഴി പോകാതിരിക്കാൻ ഇതിനൊരു സിൽവർ കോട്ടിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ വികിരണം വഴി പോകൂല. there is a vacuum between two layers. അതായത് ഇവിടെ ഒരു വാക്യൂം ഉണ്ട്. ഇതാ ഇവിടെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഫ്ലാസ്കും ഈ കോട്ടിങ്ങും ഇതിന്റെ പുറത്തെ ആൾക്കാരും തമ്മിലൊരു എന്തുണ്ട്? ഒരു വാക്യൂം ഉണ്ട്. അപ്പൊ ഇവിടെ സംവഹനം നടക്കൂല. അവിടെ മീഡിയം വേണ്ടേ, നല്ല സംവഹനം നടക്കുള്ളൂ. ഓക്കെ, സോ there won't be a സംവഹനം. ഓക്കെ, അല്ലെങ്കിൽ there won't be any convection method of heat transfer. ഇനി ഇതിന് മുകളിൽ ഒരു കോർക്ക് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. Is lid insulator and the screw up prevents convection currents escaping from the flask. Okay, again conductionum convectionum radiation ഒക്കെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റേഡിയേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ട്. കണ്ടക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു വാക്യൂം ഉണ്ട്. കൺവെക്ഷൻ മെത്തേഡ് വഴി ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു ആരുണ്ട്? ഒരു കോർക്കും ഉണ്ട്. 3 മെത്തേഡ്, 3 ആൾക്കാരെ. കൺവെക്ഷൻ വഴി ഒഴിവാക്കാൻ, കണ്ടക്ഷൻ വഴി ഒഴിവാക്കാൻ വാക്യൂം, റേഡിയേഷൻ വഴി ഒഴിവാക്കാൻ ആരെ? സിൽവർ കോട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇതിന് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഓരോന്ന് എന്ത് ചെയ്യുന്നു എന്നൊന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ ഫ്ലാസ്കിൽ വെച്ചാൽ 3 മെത്തേഡ് വഴിയും ഇയാൾ എന്ത് ചെയ്യില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല, ചൂട് അവിടെ നിലനിൽക്കും. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇതെന്താണെന്നറിയോ? ഇത് ടെമ്പറേച്ചർ കൺവേർഷനാണ്. എന്താണ് ടെമ്പറേച്ചർ കൺവേർഷൻ? ടെമ്പറേച്ചറിന് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. കെൽവിൻ എന്ന യൂണിറ്റ് ഉണ്ട്, ഡിഗ്രി സെൽഷ്യസ് എന്ന യൂണിറ്റ് ഉണ്ട്. എന്താ യൂണിറ്റുകളെ? ഇപ്പൊ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ സെന്റിമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, അല്ലെ, കിലോമീറ്റർ ഉണ്ട്. അതുപോലെ ടെമ്പറേച്ചറിനും ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. അതിൽ ഒരു യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്, മറ്റൊരു യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇത് 2 ആൾക്കാരെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടുണ്ട്. രാമുവിന്റെ ടെമ്പറേച്ചറും ബാബുവിന്റെ ടെമ്പറേച്ചറും മെഷർ ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ടും 2 സ്കെയിൽ അല്ലെങ്കിൽ 2 യൂണിറ്റിൽ. ഒരാളത് ഫാരൻഹീറ്റിലും ഒന്നാണ് ഡിഗ്രി സെൽഷ്യസിലും. അപ്പൊ നമ്മളുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ആരതാണ് കൂടുതൽ, രണ്ടാമതും ഈക്വൽ ആണോ, അങ്ങനെയാണുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ കുറച്ച് സെന്റിമീറ്ററിലും കിലോമീറ്ററിലും നിങ്ങൾക്ക് അളവ് തന്നു. എന്നിട്ട് ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണെ 2000 മീറ്റർ ആണോ 1 കിലോമീറ്റർ ആണോ വലുതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? 2000 മീറ്റർ ആണ്. കാരണം 2000 മീറ്റർ ഇസ് ഈക്വൽ ടു 2 കിലോമീറ്റർ. സോ 2 കിലോമീറ്റർ ഇസ് ഗ്രേറ്റർ ദാൻ 1 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ അതായത് രണ്ടാളെയും ഒരേ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ. അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതിന് ഞാൻ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, USSന് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുള്ള കൺവേർഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ K is equal to degree Celsius plus 273 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ തരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? നിങ്ങൾ ആ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 273 ആഡ് ചെയ്യുക, കെൽവിനിലുള്ള ടെമ്പറേച്ചർ നിങ്ങൾക്ക് കിട്ടും. കെൽവിൻ മറ്റൊരു ടെമ്പറേച്ചറിന്റെ സ്കെയിലാണ്. അതായത് 10 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 10 plus 273. ഇനി 10 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 10 into 9/5 plus 32. ഓക്കെ, ഇനി ഫാരൻഹീറ്റ് ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷൻസ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, ആസ് യു വിഷ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ 2 ആൾക്കാരെങ്കിലും നിങ്ങളൊന്ന് ഓർത്തിട്ട് പോകണം. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റുന്നതും ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റുന്നതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പൊ എന്നാ ഈ ചോദ്യം ചെയ്തു നോക്കുക. എങ്ങനെ ചെയ്യേണ്ടത്? ഈ ഡിഗ്രി സെൽഷ്യസിനെ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 37 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് ഇത് ചെയ്തു നോക്കുക. അയാളുടെ അല്ലെങ്കിൽ ബാബുവിന്റെ ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ബാബുവിനാണോ രാമുവിനാണോ കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടു തീർക്കുക. നമ്മൾ മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്യും. ഇനി ഏതെങ്കിലും പെൻഡിങ് വീഡിയോസ് ഉണ്ടെങ്കിൽ കണ്ടു തീർക്കുക. ഈ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടു തീർക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ കൂടെ നിൽക്കുക. എല്ലാവർക്കും USS കിട്ടട്ടെ. എല്ലാവരും ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.